വാർഷികം ആഘോഷിച്ചു. പഴയന്നൂർ ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 1ാം വാർഷികം ആഘോഷം പഴയന്നൂർ ഭഗവതി ക്ഷേത്രം മേൽശാന്തി ഉണ്ണി നമ്പൂതിരി ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരൻ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ എ ഗ്രേഡ് നേടിയ അഭിനന്ദ് എം എന്നിവരെ ആദരിച്ചു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ടി.സി. പ്രകാശൻ, ജീവൻ ജ്യോതി സ്റ്റേറ്റ് കോർഡിനേറ്റർ സുധീർ ജോർജ്, ജീവൻ ജ്യോതി ട്രെയിനർ രതീഷ് പി.ആർ, മറ്റ് സഹകാരികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വേണ്ട രീതിയിലുള്ള അവയർനെസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതൊന്നും അതിൻ്റെ ഒരു കുഴപ്പം നമുക്കിവിടെ കാണാനുണ്ട്. എന്തായാലും ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സഹകരണ പ്രസ്ഥാനം 1960 മുതൽ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് എന്നൊരു ആശയം നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് 1984 ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ കാലഘട്ടത്താണ്. പാർലമെന്റിലെ അമെൻമെന്റിലൂടെ പാസ്സാക്കി നടപ്പിലാക്കിയിട്ടുള്ളതാണ് മൾട്ടി സ്റ്റേറ്റ്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ പ്രവർത്തനാനുമതിയുള്ള സൊസൈറ്റി എന്നാണ് മൾട്ടി സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റാണ് മൾട്ടി സ്റ്റേറ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം 2002 വാജ്പേയി സർക്കാരാണ് ഒരു അമെൻമെന്റ് കൊണ്ടുവന്ന് 2002 പ്രകാരം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു അമെൻമെന്റ് കൊണ്ടുവന്ന് സഹകരണ പ്രസ്ഥാനം കൂടുതൽ സാധ്യതകൾ കൊടുത്തിരിക്കുന്നത്. പഴയന്നൂരിൽ തുടങ്ങി 1 വർഷം കഴിയാണ്. രതീഷോട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേഷൻ മിനിസ്റ്ററുടെ അണ്ടറിൽ സെൻട്രൽ രജിസ്ട്രാറിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ജീവൻ ജ്യോതി ക്രെഡിറ്റ് സൊസൈറ്റികൾ വരുമ്പോൾ നമ്മൾ പ്രാദേശികമായിട്ടും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അണ്ടറിലുള്ള സൊസൈറ്റികൾ അല്ലാതെയുണ്ട്. നമുക്ക് ഇന്ന് ഈ സൊസൈറ്റിയോട് നിൽക്കുന്നത് 4 സംസ്ഥാനങ്ങളിലും നമുക്ക് പ്രവർത്തനം ചെയ്യാനുള്ള അവസരമുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളോട് ഇരിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമായി, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര 4 സംസ്ഥാനങ്ങളും നമുക്ക് ഈ സൊസൈറ്റിക്ക് എൻഡോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ പഴയന്നൂർ അമ്മയുടെ തിരുനടയിൽ രതീഷിനോട് പറയാൻ സാറ് നമുക്ക് ഈ സൊസൈറ്റി നമ്മളുടെ പഴയന്നൂരിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിതിൻ്റെ ആരാധ്യനായ നമ്മുടെ ചെയർമാൻ സാർ പ്രേംകുമാർ സാറും അദ്ദേഹത്തിന്റെ സഹോദരൻ ജീവൻ ജ്യോതി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സുകുമാരൻ സാറും ചേർന്ന് സംസാരിച്ചപ്പോൾ സുധീരെ നമുക്ക് കൊണ്ടുവരാം. കാരണം ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇത് പബ്ലിക്കാണ്. എല്ലാ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ജീവൻ ജ്യോതിയുടെ 1ാം വാർഷിക ആഘോഷം ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ആദ്യമായി സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. സൊസൈറ്റിയെ പറ്റിയൊക്കെ ഇവിടെ ഡയറക്ടർ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ ചില തമാശകൾ തോന്നി. നമ്മുടെ വാർഷികാഘോഷം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ഇവിടെ ഡയറക്ടർ പറഞ്ഞു ഇതിനെപ്പറ്റി വലിയ അവബോധമൊന്നും പഴയവർക്കില്ല. ഞാൻ സത്യത്തിൽ അമ്പലനടയിൽ രാവിലെ നമ്മുടെ ഭഗവതിയെ കണ്ട് തൊഴുകാൻ വരുമ്പോൾ സൂരജിനെ കാണുമ്പോഴാണ് ഇങ്ങനെ സംഘം ഇപ്പോഴിവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് എനിക്ക് തന്നെ ഓർമ്മ വരാറ്. ഞാൻ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം അത്ര കാര്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയോ എന്ന സംശയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. ഇപ്പം അറിയാം, നമുക്ക് സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ കാലിൻ്റെ അടിയിൽ കൂടെ ഒരു തരിപ്പ് കയറുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ ഭരിക്കുന്ന ആളുകൾ തന്നെ പെരുങ്കള്ളന്മാരും അതിനേക്കാൾ വലിയ കള്ളന്മാരുമായി സഹകരണ പ്രസ്ഥാനങ്ങളെയൊക്കെ കട്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുതിയ സംഘത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും സംശയനിഷ്ഠയോട് കൂടി കാണുകയാണ്. ഞാനൊരു സൊസൈറ്റിയുടെ കഴിഞ്ഞ 10-32 കൊല്ലമായിട്ട് ഡയറക്ടറാണ്. പഴയന്നൂരിൻ്റെ ഏറ്റവും ഉയർന്ന കാർഷിക സഹകരണ സംഘത്തിൻ്റെ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. അവിടെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്ക് ആ സംഘത്തിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന തിരക്കിൻ്റെ 3-1 തിരക്ക് ഇപ്പം കാണാൻ കഴിയുന്നില്ല. അഥവാ വരുന്ന ആളുകൾ തന്നെ സ്വർണം പണയം വയ്ക്കാൻ വേണ്ടി വരുന്നതും തീരെ വൃത്തിയില്ലാത്ത ആളുകൾ, ലോണിൽ വരുന്ന ആളുകളും ആണിപ്പോൾ അവിടെ കാണുന്നത്. മറ്റ് കസ്റ്റമേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ് അവർ ഭയമാണ് എല്ലാ കാര്യത്തിലും. സഹകരണ സംഘം സൊസൈറ്റി എന്ന പേരിൽ നിന്ന് മാറ്റിയവർക്ക് ധൈര്യം സംശയം. കാരണം പത്രം വായിക്കുമ്പോഴും നമ്മുടെ ചാനൽ കാണുമ്പോഴും നമ്മുടെ മറ്റ് വീഡിയോസ് കാണുമ്പോഴും ഏത് വാർത്താ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒക്കെ ആണെങ്കിലും ഇന്നത്തെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഇതുപോലെ ഉയരങ്ങളിലേക്ക് എത്തിച്ച മറ്റൊരു പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലുമില്ല. അതാണ് പഠിച്ച് നമുക്ക് ഈ സഹകരണ പ്രസ്ഥാനത്തിനെ പറ്റി പഠിപ്പിച്ച് തന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഉയർച്ച നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണാനുണ്ട്. ഞങ്ങളുടെയൊക്കെ എൻ്റെ അറിവിൻ്റെ ഒരു
കല്യാണം നിശ്ചയിക്കപ്പെടുന്നത് എൻ്റെ ഒറ്റ വാക്കിലാണ്. കല്യാണം നിശ്ചയിക്കാൻ ഇങ്ങനെ തീരുമാനമാക്കുന്നുണ്ട്. അപ്പോൾ അത് നടത്തിയാൽ എൻ്റെ ഒരു 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മുന്നേറ്റാതൊന്ന് നടത്തി തരുമോ എന്ന് ചോദിച്ച് നമ്മുടെ വാക്കിൻ്റെ ബലത്തിൽ കല്യാണങ്ങൾ നടക്കുകയാണ്, വിവാഹങ്ങൾ നടക്കുകയാണ്, ആശുപത്രിയിൽ ഓപ്പറേഷനുകൾ നടക്കുകയാണ്. ഇതിനൊക്കെ നമുക്ക് കഴിയുമായിരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് നമ്മുടെ സ്ഥിതിവിശേഷമൊക്കെ മാറി. നമുക്ക് ഭയമാണ്, പലർക്കും ഭയമാണ്. നമുക്കും അതുപോലെ ലോൺ കൊടുക്കാൻ ഭയമാണ്. അന്ന് ലോൺ കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കത് കുടിശ്ശിക പിരിവും അതുപോലെ തന്നെ ജപ്തിയൊക്കെ നടപ്പിലാക്കുമ്പോൾ എല്ലാവരും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം അവരുടെ പൈസയാണ് നമ്മൾ കടം കൊടുത്തിരിക്കുന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ കുറ്റം പറയാതെ സഹകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമുക്ക്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വാങ്ങുന്നവൻ ആദ്യം കണക്കാക്കുന്നത് ഇത് സർക്കാർ എഴുതിത്തള്ളുമെന്ന ഉറപ്പിലാണ് കടമെടുക്കുന്നത്. കടം എടുത്താൽ അത് അടയ്ക്കണം എന്നൊരു ലെവലേശ ചിന്തയില്ലാതെയാണ് ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിലൊക്കെ. ഇപ്പോൾ ബാങ്കുകളിലാണെങ്കിൽ അവർക്ക് പിരിക്കാൻ പല വകുപ്പുകളുണ്ട്. പക്ഷെ സഹകരണ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെയാണ് സംഘം എന്നൊരു ധാരണയിലാണ് പോണത്. ഇപ്പം നമ്മുടെ എന്ന് കാണുമ്പോൾ നമുക്കൊക്കെ ഇപ്പം തീരുമാനിക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ സാധനങ്ങളാണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം, അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ മാത്രമേ നമ്മൾ നശിപ്പിക്കാതിരിക്കുള്ളൂ, നമ്മുടെ ആണെങ്കിൽ നശിപ്പിക്കാം. ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളൊക്കെ മാറിയ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തടയേണ്ടവരും ഇത് തടഞ്ഞു നിർത്തേണ്ടവരും ഇത് നേരായ വഴിക്ക് കൊണ്ടുപോകേണ്ടവരും ആയിട്ടുള്ള ആളുകൾ തന്നെ കോടികളെ കട്ടുമുടിക്കുന്ന കഥകൾ ദിവസവും കേൾക്കുകയും അവരെ സംരക്ഷിക്കുന്ന ഭരണ നേതൃത്വം നമ്മുടെ സംസ്ഥാനത്തുള്ളിടത്തോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീവൻജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ച് ഈ പഴയന്നൂരിൻ്റെ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സമാന്തര അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. വളരെയേറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന കഴിഞ്ഞ 1 വർഷം തികയുന്ന ദിവസം ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ എന്നെ ക്ഷണിക്കുകയുണ്ടായി. നമുക്ക് ഉണ്ണേട്ടൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം എനിക്ക് നിർഭാഗ്യവശാൽ അത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ ഓഫീസിൽ വന്ന് വിസിറ്റ് ചെയ്യുകയുണ്ടായത്. അദ്ദേഹത്തെ PRO വർക്ക് ചെയ്തിരിക്കും. അതിനുശേഷം അയാൾ ഹോട്ടലൊക്കെ തുടങ്ങി. അതിനായ വലിയൊരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടാണ് ഇവിടെ ഈ തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ കൊല്ലത്തെ എന്തിനാണ് ഈ ഓരോ കൊല്ലം കഴിയുന്നതോറും ഇതിൻ്റെ യൂണിവേഴ്സിറ്റി അങ്ങനെ 1-ാം കൊല്ലം 2-ാം കൊല്ലം എന്നൊക്കെ നടത്തുന്നത്? അത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാവുന്നതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര കൊല്ലത്തെ പാരമ്പര്യം അതൊരു വലിയ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കേന്ദ്രമാണ്. അല്ലെങ്കിൽ പണം RD ആയാലും മറ്റുള്ള ലോണുകളായാലും ബിസിനസ് ലോണുകളായാലും തന്നെ പണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി വേണം. അതിന് ഒന്നാമത്തെ ഒരു കാര്യം, എത്ര കൊല്ലമായി ഈ രാജ്യത്ത് അല്ലെങ്കിൽ പഴയന്നൂർ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം, പുതിയൊരു സ്ഥാപനം എന്ന് തന്നെ ആയാലും കൂടി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യാനോ അതിൽ RD കൂടാനോ ഒന്നും അതിന് തയ്യാറാവില്ല. അത് ഓരോ ഘട്ടം കഴിയുമ്പോൾ 10 കൊല്ലത്തെ പാരമ്പര്യം, 5 കൊല്ലത്തെ പാരമ്പര്യം, അല്ലെങ്കിൽ നിരന്തരമായി ആ പ്രവർത്തന മേഖലയിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു ചെറിയ ആൾക്കൂട്ടം വലിയ ആൾക്കൂട്ടമായി മാറും. അപ്പൊ ഈ 1 കൊല്ലം കൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ചെറുതായി കാണില്ല. അതൊന്നും കൂടി നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് ആ വിശ്വസ്തത അവർ 3-4 കൊല്ലമായി ഈ പ്രവർത്തനത്തിന് കാര്യമായി പറയുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന സാഹചര്യമുണ്ട്. അത് എന്തൊക്കെയാണ് അത് ഈ സമയം ഒരു റണ്ണിങ് ആണ്, വികസ്വര, അതായത് റണ്ണിങ് ടൈമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷമുള്ള നിമിഷങ്ങളാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വാർഷികാഘോഷത്തിന്റെ ആഘോഷ ചടങ്ങിന്റെ ഭാഗമാണ് നമ്മൾ കേക്ക് കട്ടിങ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കണം. നല്ല കേക്ക്